ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. തൈപ്പൂയമാണ് വരാൻ പോകുന്നത്. തൈമാസത്തിലെ പൂയം നക്ഷത്രം. അന്നേ ദിവസം മുരുകദേവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ തൈമാസത്തിലെ പൂയം നക്ഷത്രത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസം 1-ാം തീയതി അതിരാവിലെ 1:34 മുതൽ ഫെബ്രുവരി 1-ാം തീയതി രാത്രി 11:58 വരെയാണ്. അതുകൊണ്ട് തന്നെ ഈ 1-ാം തീയതി ഫെബ്രുവരി 1-ാം തീയതി എന്ന് പറയുന്ന ദിവസത്തിൽ അതിരാവിലെ 1:34 മുതൽ അന്നു രാത്രി ഏകദേശം 12 മണി വരെ, അതായത് 11:58, അതായത് ഒരു ദിവസം പൂർണ്ണമായിട്ടും പൂയം നക്ഷത്രമുണ്ട്. അതുകൊണ്ട് തന്നെ 1-ാം തീയതി വളരെ ശ്രേഷ്ഠമായ ദിനമാണ്, ഫെബ്രുവരി 1. അന്നാണ് നമ്മൾ തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. തമിഴ് മാസമായ തൈമാസത്തിലെ പൂയം നക്ഷത്രം. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം? എങ്ങനെയാണ് നമ്മൾ ഈ ദിവസത്തെ ആഘോഷിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്തൊക്കെ ചെയ്യണം? എത്ര ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളാണ് ഉള്ളത്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സാധാരണ പലർക്കുമുള്ള ഒരു സംശയമാണ് പൂയം നക്ഷത്രം അത് മുരുകദേവൻ്റെ ജന്മദിനമാണോ എന്നുള്ളത്. ഒരിക്കലുമല്ല. മുരുകൻ്റെ ജന്മദിനം വിശാഖമാണ്. അതായത് മുരുകദേവൻ്റെ നക്ഷത്രം വിശാഖമാണ്. പിന്നെ എന്തിനാണ് പൂയം ദിവസത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന മറ്റൊരു ചോദ്യമുണ്ടാകും. നമുക്കറിയാം, ശൂരപത്മാസുരൻ എന്ന അസുരനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ അസുരന്മാരെയും വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുരുക അവതാരം തന്നെ. ശിവകുമാരന് മാത്രമേ തന്നെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വരം ശൂരപത്മാസുരൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ്, അതായത് ശിവൻ ഇനിയൊരു പുത്രൻ ഉണ്ടാകില്ല, ദാക്ഷായണി എന്ന സതീദേവിയുടെ ദേഹവിയോഗത്തിനു ശേഷം ഇനി മറ്റൊരു വിവാഹം ശിവൻ കഴിക്കില്ല, അതുകൊണ്ട് തന്നെ ഒരു പുത്രൻ ഉണ്ടാകില്ല എന്ന ഒരു അമിതമായ ആത്മവിശ്വാസം മൂലമാണ് ശിവകുമാരന് മാത്രമേ എന്നെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വരം ശൂരപത്മാസുരൻ സ്വന്തമാക്കിയത്. അതിൻ്റെ ഫലമായിട്ടാണ് അവൻ ഇത്രയും അഹങ്കരിച്ചത്. പക്ഷേ വിധിയുടെ നിയോഗമനുസരിച്ചിട്ട് മഹേശ്വരൻ പാർവതീദേവിയെ വിവാഹം കഴിക്കുന്നു. അവിടെ ഒരു കുമാരൻ ജനിക്കുന്നില്ല. ദേവന്മാരെല്ലാവരും കൂടി ചെന്ന് മഹാദേവനോട് സങ്കടം പറയുന്നു. അങ്ങനെ ശിവകുമാരൻ, ശിവ ജ്യോതിസിൽ നിന്ന് ശിവകുമാരൻ ശരവണപ്പൊയ്കയിൽ ജനിക്കുന്നു. ആ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്തുകൊണ്ടാണ് ദേവന്മാർക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നത്? അതായത് ദക്ഷൻ ഒരു യാഗം നടത്തി, ദക്ഷയാഗം. ആ യാഗത്തിൽ എല്ലാ ദേവന്മാരും പങ്കെടുത്തു. പക്ഷേ ശിവനെ മാത്രം വിളിച്ചില്ല, ശിവനെയും സതിയെയും വിളിച്ചില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞമൂർത്തിയായ ശിവനെ വിളിക്കാതിരുന്നതുകൊണ്ട് മറ്റു ദേവന്മാരും പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ അവർ പോയി ഓരോരോ ചുമതലകളൊക്കെ സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. മഹേശ്വരനെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന ഒരു ചോദ്യം പോലും ഒരു ദേവന്മാരും ചോദിച്ചില്ല. ആ പാപം അവർ ചെയ്തു. അതായത് മഹേശ്വരനെ നിന്ദിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരും പ്രവർത്തിച്ചു. അതൊരു പാപമാണ്. ആ പാപത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് അവർക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ആ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷ നേടുന്നതിനായി അവർക്ക് ശിവനെ തന്നെ ആശ്രയിക്കേണ്ടതായും വന്നു. മനുഷ്യരുടെ കാര്യമാണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ പരമാവധി ചില ആളുകളെ എന്തു ചെയ്യും?
അങ്ങ് നിന്ദിക്കും. നമ്മുടെ നല്ല സമയത്ത് കുറേ കാലം കഴിയുമ്പോൾ നമുക്കൊരു മോശം കാലമുണ്ടാകും. ആ സമയത്ത് ഒരുപക്ഷേ നമ്മൾ നിന്ദിച്ച ആളുകൾ തന്നെയായിരിക്കും ആ സമയത്ത് നമ്മളെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മക്കൾ. അത് വിധിയുടെ ഒരു കളിയാണ്. അതുപോലെ തന്നെ ശിവനെ നിന്ദിക്കുന്നിടത്ത് പോയി ശിവനെ നിന്ദിച്ച ആളിന് സഹായമായി വർത്തിക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ദേവന്മാർ കുറേ ദുരിതങ്ങൾ അനുഭവിച്ചു. ആ ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി അവർക്ക് ശിവനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ശിവകുമാരനാണ് പിന്നീട് അവരെ രക്ഷിച്ചത്. അങ്ങനെ ശിവകുമാരൻ 6 കുമാരന്മാരായി, 6 ദിവ്യ ജ്യോതിസുകളിൽ നിന്ന് 6 കുമാരന്മാരായി ശരവണപ്പൊയ്കയിൽ കുമാരൻ അവതരിക്കുന്നു. പിന്നീട് തൻ്റെ പുത്രനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ശിവനും പാർവതിയും ഋഷഭവാഹനത്തിൻ്റെ പുറത്തു കയറി ശരവണപ്പൊയ്കയിൽ എത്തിച്ചേരുന്നു. മാതൃവാത്സല്യത്തോടു കൂടി ദേവി 6 കുമാരന്മാരെയും ആലിംഗനം ചെയ്യുന്നു. അതോടുകൂടി 6 ശരീരങ്ങളും ഒന്നു ചേർന്ന് ഒരൊറ്റ കുമാരനായി പരിണമിച്ചു. പക്ഷേ 6 ശിരസ്സുകളുണ്ടായിരുന്നു, ഒരുടലും 6 ശിരസ്സുകളും. അതോടുകൂടി ആ കുമാരന് സ്കന്ദൻ എന്ന പേരുമുണ്ടായി. പിന്നീട് ലോകത്തിൻ്റെ മാതാവായ ജഗദംബികയായ പരാശക്തിയായ സാക്ഷാൽ പാർവതീദേവി ജ്ഞാനപ്പാൽ, ജ്ഞാനമാകുന്ന പാൽ, അതായത് ജ്ഞാനമാകുന്ന പാൽ മുരുകദേവന് പകർന്നു കൊടുത്തു. അതോടുകൂടി ജ്ഞാനമൂർത്തി എന്ന പേരിലും മുരുകൻ അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം പരമേശ്വരനെ വന്ദിക്കുന്നു. അതിനുശേഷം കാർത്തിക മംഗമാർക്ക് അനുഗ്രഹങ്ങളുമൊക്കെ കൊടുത്തതിനു ശേഷം ഇവർ 3 പേരും കൂടി ഋഷഭ വാഹനത്തിൽ ഏറി കൈലാസത്തിലേക്ക് പോയി. പിന്നീട് കുമാരൻ ഒരു കുസൃതി കുട്ടനായി മാറുകയാണ്. പർവ്വതങ്ങൾ തിരിച്ചു വെക്കുന്നു, മരങ്ങൾ പിഴുതു മറിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള കുസൃതികളും കാണിച്ചുകൊണ്ട് ഓടി നടക്കുവാൻ തുടങ്ങി. ഭൂമിയെ തന്നെ തലകീഴായി മറിക്കുമെന്ന അവസ്ഥയായി. അത്ര വലിയ കുസൃതി തരങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ദേവന്മാരുമായിട്ടൊക്കെ ഒരു യുദ്ധമുണ്ടാകുന്നു. ബ്രഹ്മാവുമായിട്ട് യുദ്ധമുണ്ടാകുന്നു, ദേവേന്ദ്രനുമായിട്ട് യുദ്ധമുണ്ടാകുന്നു. ഇവർ ശിവകുമാരനെ കാത്തിരിക്കുകയാണ്. തങ്ങളെ രക്ഷിക്കുന്നതിനായി ശിവകുമാരൻ അവതരിക്കും, അല്ലെങ്കിൽ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുമാരൻ അല്പം കൂടി ഒന്ന് വളർന്നതിനു ശേഷം തങ്ങളെ രക്ഷിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവേന്ദ്രനും ബ്രഹ്മദേവനുമൊക്കെ മുരുകദേവനുമായി യുദ്ധം ചെയ്യുന്നത്. കാരണം അവർ മുരുകനെ തിരിച്ചറിയുന്നില്ല. ഒരു കുമാരൻ, ഒരു കുസൃതിയുള്ള ഒരു കുമാരൻ ഭൂമിയെ തലകീഴായി മറിക്കുന്നു, പലതരത്തിലുള്ള കുസൃതികളും കാണിക്കുന്നു. ഇത് ഏതു കുമാരൻ എന്ന് ചിന്തിച്ചിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ബ്രഹ്മാവ് ഉൾപ്പെടെ ദേവേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ കുമാരൻ്റെ മുമ്പിൽ പരാജയപ്പെടുന്നു. അതോടുകൂടിയാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് സാധാരണ ഒരു ബാലനല്ല, ഇത് ശിവകുമാരനാണ് എന്ന്. അതോടുകൂടി അവർ മാപ്പപേക്ഷിക്കുകയും കുമാരൻ അവരോടെല്ലാം ക്ഷമിക്കുകയും ചെയ്യുന്നു. പിന്നീട് കുമാരനെ ദേവേന്ദ്രൻ തന്നെയാണ് തങ്ങളുടെ ദേവസേനയുടെ സർവ്വസൈന്യാധിപനായി നിയമിക്കുന്നത്. ആ സമയത്താണ് അമ്മ പാർവതീദേവി വേൽ എന്ന ആയുധം മുരുകദേവന് സമ്മാനിക്കുന്നത്. ഈ ദിവസമാണ് തൈപ്പൂയമായി നമ്മൾ ആഘോഷിക്കുന്നത്. അതായത് തമിഴ് ജനത വിശ്വസിക്കുന്നത് തൈ മാസത്തിലെ പൂയം ദിവസമാണ് അമ്മ ശ്രീ പാർവതീദേവി മകന് വേൽ എന്ന ആയുധം നൽകി അനുഗ്രഹിച്ചത്. അന്നാണ് ദേവേന്ദ്രൻ തങ്ങളുടെ സേനയുടെ സൈന്യാധിപനായി മുരുകദേവനെ ആദരിച്ചത്, പ്രതിഷ്ഠിച്ചത്. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാവരും തന്നെ തൈപ്പൂയം ഒരു വിശേഷപ്പെട്ട ദിവസമായി
വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ദേവന്മാരുടെ കഷ്ടനഷ്ടങ്ങൾ എങ്ങനെ ഭഗവാൻ മാറ്റിയെടുത്തുവോ, ദേവന്മാരുടെ കർമ്മദോഷങ്ങൾ കൊണ്ട് അവർക്ക് സിദ്ധിച്ച ഈ ദുരിതങ്ങളിൽ നിന്ന് അവരെ ഭഗവാൻ എങ്ങനെ മോചിപ്പിച്ചുവോ, അതുപോലെ ഒരു മനുഷ്യൻ്റെ കർമ്മദോഷങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുരിതങ്ങളെല്ലാം മാറ്റി അവനെ ശുദ്ധീകരിച്ച് അവൻ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടു പോയ പദവികളും കൊടുത്ത് ഐശ്വര്യസമൃദ്ധമായ ഒരു ജീവിതമാണ് അന്നേ ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്നത്. സാധാരണ മനുഷ്യർ 21 ദിവസം 48 ദിവസമൊക്കെ വ്രതമെടുക്കും. അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6 ദിവസത്തെ വ്രതമെങ്കിലും എടുക്കണം. ഇവിടെ ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില മനുഷ്യർ 6-ാമത്തെ ദിവസം തൈപ്പൂയം വരുന്ന രീതിയിൽ വ്രതമെടുക്കാറുണ്ട്. ചിലർ 6 ദിവസം പൂർണ്ണമായി വ്രതമെടുത്തതിനു ശേഷം 7-ാമത്തെ ദിവസം തൈപ്പൂയം വരുന്ന രീതിയിൽ വ്രതമെടുക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടം. 26-ാം തീയതി മുതൽ നമുക്ക്, അതായത് ജാനുവരി മാസം 26 മുതൽ നമുക്ക് വേണമെങ്കിൽ വ്രതമെടുത്ത് തുടങ്ങാം. അല്ലെങ്കിൽ 27 മുതൽ വ്രതമെടുത്തിട്ട് 1-ാം തീയതി 6-ാമത്തെ ദിവസം വരുന്ന രീതിയിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ 3 ദിവസത്തെ വ്രതമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ തലേ ദിവസം ഒരിക്കലുണ്ട്, 1-ാം തീയതി വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെയും ചെയ്യാം. ഇനി ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ 1-ാം തീയതിയിലെ പ്രാധാന്യം മനസ്സിലാക്കി അന്നേ ദിവസം നിർബന്ധമായും മുരുകദേവനെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇഷ്ടം. ഓരോ മനുഷ്യർക്കും ഓരോരോ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിന്നുകൊണ്ട് പൂർണ്ണ സമർപ്പണത്തോടു കൂടി ചെയ്യുക. ഒരു ദിവസമേ ചെയ്തുള്ളൂ എങ്കിലും കൃത്യമായ സമർപ്പണത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ 6 ദിവസവും വ്രതമായിട്ട് തന്നെ എടുക്കാം. അല്ലെങ്കിൽ അത്രയും ദിവസം രാവിലെ കുളിക്കുക, കുളിച്ചതിന് ശേഷം ആഹാരം കഴിക്കുക, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അതായത് ഒരു ശുദ്ധാഹാരത്തിലും ശുദ്ധിയിലും ഇരുന്നു കൊണ്ട് മുമ്പോട്ട് പോകാം. വ്രതമായിട്ടൊന്നും എടുക്കുന്നില്ല, പക്ഷെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് തെളിയിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം ആഹാരം കഴിക്കാം, ശുദ്ധാഹാരങ്ങൾ കഴിക്കാം. നോൺ വെജൊക്കെ ഉപേക്ഷിച്ചിട്ട് അത്രയും ദിവസം നമുക്ക് ശുദ്ധാഹാരം കഴിച്ചുകൊണ്ട് 2 നേരവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ ഇഷ്ടം. കാരണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ നമുക്ക് പലർക്കും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം അത് ഓരോരുത്തർക്കുമാണ് അറിയാവുന്നത്. അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോവുക. വളരെ ശ്രേഷ്ഠമായ ദിവസമാണ് തൈപ്പൂയ ദിവസം. ഭഗവാൻ ദേവസൈന്യാധിപനായി ആരോഹണം ചെയ്ത ദിവസമാണ്. അമ്മ പാർവതീദേവി വേൽ എന്ന ആയുധം മകന് നൽകി അനുഗ്രഹിച്ച ദിവസമാണ്. അതോടുകൂടിയാണ് ദേവന്മാർക്ക് ഒരു ആത്മവിശ്വാസമുണ്ടായത്. അന്നാണ് ദേവന്മാർ ആദ്യമായി മുരുകദേവനെ പൂജിച്ച് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ മുരുകദേവനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഒരുപാട് പ്രാധാന്യമുള്ള ദിവസമാണ്. ആ ദിവസം എത്രയും അനുയോജ്യമായി നമുക്ക് എടുക്കാൻ സാധിക്കുമോ അത്രയും അനുയോജ്യമായി തന്നെ എടുക്കുക. അഭിഷേകപ്രിയനാണ് മുരുകൻ. അതുകൊണ്ട് തന്നെ അഭിഷേകം ചെയ്യുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അഭിഷേകത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അതുപോലെ തന്നെ മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഈ 6 ദിവസങ്ങൾ അല്ലെങ്കിൽ സ്കന്ദഷഷ്ഠി വരെയുള്ള 7 ദിവസങ്ങളും ഭഗവാന്റെ നാമം ജപിച്ചിരിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. മക്കളുടെ ശ്രേയസ്സിനു വേണ്ടി അമ്മമാർക്കും അച്ഛന്മാർക്കും ഈ ഒരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അതുമാത്രമല്ല മുരുകദേവനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഷഷ്ഠിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ് മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടി. അതുപോലെ തന്നെ മുരുകദേവനെ
ആരൊക്കെയാണ് നിർബന്ധമായി പ്രാർത്ഥിക്കേണ്ടത്? മക്കളുടെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, ചൊവ്വാദോഷം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, ജാതകത്തിൽ ചൊവ്വ പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, ചൊവ്വയ്ക്ക് ബലം കുറഞ്ഞിരിക്കുന്ന ആളുകൾ, ചൊവ്വാദശയിൽ ജീവിക്കുന്ന ആളുകൾ, തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാകാത്ത ആളുകൾ, തൊഴിൽ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, മുൻജന്മദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, അങ്ങനെയുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, കുടുംബദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ, മുൻജന്മദോഷങ്ങൾ, കുടുംബത്തിൽ ശാപം ലഭിച്ചിട്ടുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് മുരുകദേവനെ പ്രാർത്ഥിക്കാം. അങ്ങനെ മുരുകദേവനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്, അതായത് എന്നും മുരുകദേവനെ പ്രാർത്ഥിക്കാം, എങ്കിലും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടുന്ന ദിവസങ്ങളാണ് കാർത്തിക നക്ഷത്ര ദിവസം, എല്ലാ മാസത്തിലും വരുന്ന കാർത്തിക നക്ഷത്ര ദിവസം, ഷഷ്ടി ദിവസങ്ങൾ, അതുപോലെ തന്നെ തൈപ്പൂയം. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിലേതെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ, അവരൊക്കെ തന്നെ മുരുകദേവനെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിൽ. സ്കന്ധായ കാർത്തികേയായ പാർവതി നന്ദനായ ച മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ നമഃ. ഓം സ്കന്ദദേവായ നമ എന്ന് 1008 തവണ ജപിക്കാം. കുറഞ്ഞത് 108 തവണ ജപിക്കാം, അല്ലെങ്കിൽ 21 തവണ ജപിക്കാം. ഓം വജത്ഭുവേ നമ എന്ന് ജപിക്കാം. ഓം സുബ്രഹ്മണ്യായ നമ എന്ന് ജപിക്കാം. ഓം മുരുകായ നമ എന്ന് ജപിക്കാം. നമ്മുടെ ഇഷ്ടം. ഏത് നാമം ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് കൂടുതൽ തൃപ്തി നൽകുന്നത് എന്ന ഒരു ചിന്ത കൂടി നമുക്ക് വേണം. എങ്കിൽ മാത്രമേ പൂർണ്ണ സമർപ്പണത്തോടു കൂടി നമുക്ക് ജപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ നാമങ്ങളൊക്കെ തന്നെ ശ്രേഷ്ഠമായ നാമങ്ങളാണ്. ഈ നാമങ്ങൾ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർമ്മദോഷങ്ങളെല്ലാം തന്നെ മാറിപ്പോകും. മുൻജന്മദോഷങ്ങൾ മാറി ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും ഉണ്ടാകും, ഉറപ്പാണ്. പക്ഷേ പൂർണ്ണ സമർപ്പണത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കണം. ഈ ദിവസത്തെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.